ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം സത്യജീവനായി വാഴും ദൈവം നട്ടേടായി ഭൂമിയിൽ പിറന്ന സ്നേഹദൈവം നിത്യജീവനേകുന്നു ദൈവം ആബപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ
നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. തൊഴുത്തിലും കാനായിലും കാൽവരിയിലും, കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും, കാലം കാതോർത്തു നിൽക്കും അവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ. കാലം കാതോർത്തു നിൽക്കും അവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ. കാലൊച്ച കേട്ടു ഞങ്ങൾ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. തിരകളുയരുമ്പോൾ തീരം മങ്ങുമ്പോൾ തോണിത്തുഴഞ്ഞു തളരുമ്പോൾ. തിരകളുയരുമ്പോൾ തീരം മങ്ങുമ്പോൾ തോണിത്തുഴഞ്ഞു തളരുമ്പോൾ. മറ്റാരുമാരുമില്ലാശ്രയം നിന്മാരി മുട്ടുന്നു മെല്ലെ തുറക്കില്ലേ. വാതിൽ മുട്ടുന്നു മെല്ലെ തുറക്കില്ലേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ.
ചില സന്ദർഭങ്ങളിൽ ദൂതന്മാരിൽ കൂടിയും സംസാരിക്കാറുണ്ട്. യഹൂദിയയിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ അകലെയായി നസ്രേത്ത് എന്ന പട്ടണത്തിൽ ദാവീദ് രാജാവിന്റെ വംശപരമ്പരയിൽപ്പെട്ട ജോസഫ് എന്നൊരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അയാൾക്ക് മറിയ എന്ന പേരോടുകൂടിയ ഒരു കന്യകയുമായി വിവാഹം നിശ്ചയിച്ചു പ്രവർത്തിച്ചിരിക്കുകയായിരുന്നു. നിർമ്മലവും നിഷ്കളങ്കത നിറഞ്ഞ ഹൃദയത്തോടുകൂടിയ ദൈവവിശ്വാസിയുമായിരുന്നു മറിയ. അക്കാലത്ത് സ്ത്രീകളെല്ലാവരും തന്നെ ദൈവകുമാരന്റെ ജന്മത്തെക്കുറിച്ച് പ്രവചന സാക്ഷാത്കാരത്തിനായി വിശുദ്ധിയുള്ള ജീവിതം നയിച്ചിരുന്നു. നിരന്തരമായ പ്രാർത്ഥനയിൽ മറിയയുടെ ആത്മാവും ശരീരവും ബലപ്പെട്ടു. അങ്ങനെ ഒരു ദിവസം ഗബ്രിയേൽ മാലാഖ യാതൊരു മുന്നറിവും കൂടാതെ മറിയത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മറിയം, എലിസബത്ത്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കൊതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം.
അഗസ്റ്റസ് സീസർ പുറപ്പെടുവിക്കുന്ന രാജകൽപ്പന. റോമ സാമ്രാജ്യത്തിന് കീഴിലുള്ള എല്ലാ പ്രജകളും തങ്ങളുടെ നഗരത്തിൽ ചെന്ന് പേരെഴുതിച്ചു. അല്ലാത്ത പക്ഷം കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഇതിനകം അറിയിച്ചു. ലോകമെമ്പാടുമുള്ള എല്ലാവരുടെയും പേര് എഴുതി ചേർക്കണമെന്ന് ഒരു രാജകൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. അതനുസരിച്ച് നാം എല്ലാവരും നമ്മുടെ പട്ടണമായ ബേത്ലഹേമിൽ പോയി പേരെഴുതി ചേർക്കണം. പക്ഷേ ഈ അവസ്ഥയിൽ നാം എങ്ങനെ പോകും? എന്റെ ദൈവമേ, നിനക്ക് സ്തുതി. ഓ ബേത്ലഹേം, നിന്നെ കുറിച്ചുള്ള പ്രവചനം പെട്ടെന്ന് പൂർത്തിയാകാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. ഞാൻ ഇതാ യാത്രയായി. ഇനി ഒരടി നടക്കാൻ എനിക്ക് സാധിക്കില്ല. അമ്മേ, ജോസഫ്, എനിക്ക് വയ്യ. നീ ഇവിടെ ഇരിക്കൂ, ഞാനൊരു സ്ഥലം കണ്ടുപിടിക്കട്ടെ. നിനക്കെന്ത് വേണം? എന്നോട് ദയ കാണിക്കണമേ. എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയമെടുത്തു. ഞങ്ങൾക്ക് ഒരല്പം ഇടം തരണം. ഇല്ല ഇല്ല, അല്പം പോലും സ്ഥലമില്ല. ആളുകളെ കൊണ്ട് സത്രം നിറഞ്ഞു. നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കൂ. നമുക്കിവിടെ ഒരു മുറിയും ലഭിക്കില്ല. മേരി, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഒരല്പം മുമ്പോട്ട് പോയി മറ്റേതെങ്കിലും സ്ഥലം അന്വേഷിക്കാൻ സാധിക്കുമോ? എനിക്ക് സാധിക്കില്ല. എന്റെ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. നിങ്ങളോ? നിങ്ങൾ ഇതുവരെ പോയില്ലേ? നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മുറികളൊന്നും ഇല്ലെന്ന്? ദയവായി ഞങ്ങളെ പരിഗണിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. എന്റെ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ഇവിടുത്തെ സത്രങ്ങളെല്ലാം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ നേരത്ത് നിങ്ങൾ പുതിയ മുറികൾ അന്വേഷിക്കുന്നതോ ദൂരെ യാത്ര ചെയ്യുന്നതോ ഉചിതമല്ല. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും, പക്ഷേ അതൊരു മുറിയല്ല. താങ്കൾ അത് കാണുന്നില്ലേ? അവിടെ
കാലിത്തൊഴുത്താണ്. തൽക്കാലം നിങ്ങളത് ഉപയോഗിച്ചു. രാത്രി രജതരാത്രി രാജാധിരാജൻ പിറന്ന രാത്രി. രാത്രി രജതരാത്രി രാജാധിരാജൻ പിറന്ന രാത്രി രാജാധിരാജൻ പിറന്ന രാത്രി. രാത്രി രജതരാത്രി രാജാധിരാജൻ പിറന്ന രാത്രി. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരുണ്ടാകും. യജമാനകർ ദേവനാദം കേട്ടു ആമോദന. വർണ്ണരാജികൾ വിടരും വാനി, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരകാരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലവാടി ഗോറിയ. അന്നു തിങ്കൾ കലവാടി ഗോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ വേദന തന്നെ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ വേദന തന്നെ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി വർണ്ണരാജികൾ വിടരും വാനി, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരകാരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലവാടി ഗോറിയ.
കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാധിദേവന്റെ തിരുസന്നിധിയിൽ കാഴ്ചകൾ വെച്ചു വണങ്ങി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരുണ്ടായി. രജപാലകൻ ദേവനാദം കേട്ടും മാമോദര വർണ്ണരാജികൾ വിടയും വാനിൽ വെള്ളിമേഘങ്ങൾ അങ്ങനെ രക്ഷയുടെ പ്രതീകമായ ഈ തിരുക്കുമാരന്റെ തിരുപ്പിറവിയിൽ നമുക്കും സന്തോഷിക്കാം. one-horse open sleigh. Ho, 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 jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh.